ഞാൻ ഒരു ഗെയിമും തോറ്റിട്ടില്ല, ഇനി വേണം തോറ്റാൻ. അപ്പൊ ഞാൻ തന്നെ നിന്റെ നിന്റെ കുരു. മൻസൂർക്ക പോവല്ലേ, മൻസൂർക്ക് എന്നെ മൻസൂർക്ക പോകൂ, മൻസൂർക്ക ഇരുന്ന് തോറ്റു എന്ന് പറഞ്ഞു. ഇതും കൂടെ ജയിപ്പിച്ചിട്ട് പോയാൽ മതി. എടി നമുക്ക് ഫണ്ണി പണിഷ്മെന്റ് എടുക്കാം, അങ്ങനെ സൗണ്ട് മാറ്റുന്നത്. അത്രേ ഉള്ളു. ഞാൻ എനിക്ക് വയ്യ ഇവിടെ നിന്ന് ഇരിക്കണം, പ്രായത്തിന്റെ അതുകൊണ്ടാ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അതായത് നമ്മള് ഇന്നലെ തോറ്റത് മാത്രമേ കുട്ടി കണ്ടിട്ടുള്ളൂ, ജയിച്ചത് കുട്ടി കണ്ടിട്ടില്ല. ഒന്ന് കാണിച്ചു കൊടുക്ക എല്ലാവരും. ഫസ്റ്റ് ഗിഫ്റ്റ് ഡബിൾ ആണ്. ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ആക്ക് പ്ലീസ്. സപ്പോർട്ട് അറിയോ, എല്ലാവർക്കും ഷെയർ ചെയ്യും. ചാർലി, ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ആക്ക് പ്ലീസ്. ഫസ്റ്റ് ഗിഫ്റ്റ്. ഓയ് മൻസൂർക്ക, താങ്ക് യു മൻസൂർക്ക. മൻസൂർക്ക പൊളിയാണ്, പൊളി. മൻസൂർക്ക ഇതൊന്നും ശരിയല്ല. റിയോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മൻസൂർക്ക. അങ്ങനെയൊക്കെ പറയും. മൻസൂർക്ക ഒന്നും കേൾക്കില്ല കേട്ടോ. ഷെയറാക്ക്. എടാ, നമ്മുടെ ലൈൻ അടിക്കുന്ന ആൾക്കാരെ വിളിച്ചോണ്ടുവാ. ഓ, കൂട്ടിൽ നിന്ന് തുറന്നുവിടാൻ പോവല്ല എന്നെ. ചുമ്മാ അടി. ഇവിടെ ആരുമില്ല, ഞാൻ ചുമ്മാ തള്ളാൻ വേണ്ടി വന്നതാ. പിന്നെ നീ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ എനിക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാ. ഞാൻ സാധാരണ സ്നേഹയോട് കൂടി നിൽക്കാറുള്ളൂ, അവൻ പിന്നെ ജയിച്ചോളും. സാധാരണ ഞാൻ തോക്കാറുള്ളതാ. ഇന്നിപ്പോ മൻസൂർക്ക വന്നോണ്ട് കുറച്ച് ഗെയിമൊക്കെ ഞാൻ ജയിച്ചു. ഇന്നിപ്പോ ഇതുവരെ തോറ്റില്ല. ഗൈസ് 10 ഗിഫ്റ്റ്. നാച്ചി, താങ്ക് യു നാച്ചി. 10 നമുക്ക് ഇവിടെ ആരുമില്ല. 10 ഫ്ലവേഴ്സ് ഇല്ല കേട്ടാ, ജസ്റ്റ് 10ന്റെ ഗിഫ്റ്റ് താങ്ക് യു. 10 ഗിഫ്റ്റ് ഇട്ടാ മതി ഗൈസ്. പാവന്റെ റിയോ. എടാ, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതെന്താ ഇങ്ങനെ ട്രിപ്പിൾസ് ഒക്കെ വെറുതെ. റിയോ മൻസൂർക്ക, താങ്ക് യു മൻസൂർക്ക. താങ്ക് യു റിമോ. താങ്ക് യു. അവിടെ ആൾക്കാരൊക്കെ വന്ന് കേട്ടാ, വന്ന് ട്രിപ്പിൾ മാക്സിമം യൂസ് ആക്കിക്കോ പ്ലീസ്. ട്രിപ്പിൾ മാക്സിമം യൂസ് ആക്കിക്കോ. ഗൈസ്, നമ്മൾ തോൽക്കുകയാണ് നമ്മൾ തോൽക്കുകയാണ്. പറയാം. റിയോനെ ടാഗ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല. റിയോന്റെ ഓൺലൈനിലോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്താണിത്, ഒരു കണ്ണി ചോരൊക്കെ വേണ്ടേ മിസ്റ്റർ? സാരമില്ല. താങ്ക് യു. മൻസൂർക്ക് എന്നെ കാണാൻ വേണ്ടി കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞല്ലോ. നൈസായിട്ട് അതിന്റെ ഇടയക്കൂടെ. അന്ന് ഇവൾക്ക് വയറിളക്കം ആയിരിക്കും മൻസൂർക്ക. ഇവിടെ നിങ്ങളെ കാണാൻ വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചുമ്മാ മൻസൂർക്ക, ഇവള് ചുമ്മാ പറയുന്നതാ. അല്ല മൻസൂർക്ക, സത്യമായി എന്റെ മുഖത്ത് നോക്കി അറിഞ്ഞൂടെ നിങ്ങക്ക് ഞാൻ സത്യം മാത്രം പറയാറുള്ളൂ എന്ന്. നിങ്ങൾക്ക് കഷ്ടപ്പെട്ടുള്ള കാണാൻ ഞാൻ അങ്ങോട്ട് വരും മൻസൂർക്ക. ഞാൻ അങ്ങോട്ട് വന്ന് കുവൈറ്റ് വന്ന് നിങ്ങളെ കണ്ടിരിക്കും. നമ്മുടെ സപ്പോർട്ടേഴ്സിനെ പറഞ്ഞ കൊല്ലൂന്ന്, ഫ്ലെയിമിനെ കൊല്ലൂന്നൊക്കെ ഇവിടെ ആൾക്കാർ. മൻസൂർക്കെ പറഞ്ഞ കൊല്ലൂന്നൊക്കെ. മൻസൂർക്ക് ഫ്ലൈറ്റും പിടിച്ചിട്ട് കുവൈറ്റിന്ന് ദുബായ് വരുന്നു. റിനി മൻസൂർക്ക് എത്തി കേട്ടോ. അപ്പൊ റിനി പറയും എന്താന്നറിയില്ല, ഭയങ്കര ചുമ്മാ മൻസൂർക്ക, ഇവിടെ ചുമ്മാ പറയണതാണ്. ഞാൻ എങ്ങനെ പറയോ മൻസൂർക്ക? ഞാൻ കുവൈറ്റിൽ പോയി മൻസൂർക്കനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. മൻസൂർക്ക് പാവമാണ്, നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ 2K പയ്യന്മാരെ ഇറക്കുന്നതിന്. അതെ, നിന്നെ കൊല്ലാൻ ഞങ്ങൾ 2K പിള്ളേരെ ഇറക്കും. ഞാൻ കണ്ണൂരിന്നാണ് മോളെ, സൂക്ഷിച്ചോ നിന്നെ കൊല്ലൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മമ്മൂ. കണ്ണൂരൊക്കെ എന്ത്, ഞങ്ങൾ 2K പിള്ളേരെ ഇറക്കുന്നത് പറഞ്ഞു. കണ്ണൂരൊക്കെ പണ്ട് പറഞ്ഞോണ്ട് കൊല്ലൂ, പറഞ്ഞോണ്ട് നിന്നെ കൊല്ലും. നിനക്ക് കൊട്ടേഷൻ ഒക്കെ കൊടുത്തൂടെ? സൂക്ഷിച്ചോ. അയ്യോ, എന്നെ ഒന്നും ചെയ്യലേ. അയച്ചു വിടും. അവിടെ ബൂസ്റ്റർ ഇടാ. ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങള് സ്നൈപ്പ് അടിച്ചാൽ നമ്മള് തോക്കൂലേ? ഞങ്ങള് സ്നൈപ്പ് അടിക്കുന്നത് ലൈൻ അടിച്ചാ മതിയല്ലോ. കണ്ടാ പറഞ്ഞോ.
അയ്യോ മൻസൂർക്ക, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡ്രീമോ. താങ്ക് യു ഡ്രീമോ. താങ്ക് യു. സന്തോഷായില്ലേ കുട്ടിക്ക് എന്റെ കൂടെ തോറ്റപ്പോ? താങ്ക് യു സോ മച്ച് ഡ്രീമോ, മൻസൂർക്ക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പണിഷ്മെന്റ് പറ, ഇതങ്ങോട്ട് കളയാം, അല്ലെങ്കിൽ ഇവള് താങ്ക്സ് പറഞ്ഞു. അയ്യോ ഞാൻ താങ്ക്സ് പറഞ്ഞു തീർന്നില്ല. ഞാൻ പോട്ടെ മൻസൂർക്ക് പോവാ. എന്തെന്നാ മൻസൂർക്ക് പോവല്ലേ, മൻസൂർക്ക് പോയാൽ ഞാൻ തോൽക്കും. പിന്നെ ഇവളെന്നെ പണിഷ്മെന്റ് ഒന്ന് കൊല്ലുവേ. പറ പണിഷ്മെന്റ് പറ, നിന്റെ കേക്കട്ടെ. പണിഷ്മെന്റ് നെഫി ടെക്സ്റ്റൈൽ ഹൈ നഫെ. ഫസ്റ്റ് പണിഷ്മെന്റ് ഒരുമാതിരി ഫസ്റ്റ് പണിഷ്മെന്റ് അതായത് ഇത്ര ആലോചിക്കാൻ എന്തോ ഇരിക്കുന്നു. മറ്റേ ഗുണ്ട് പീനുമായിട്ട് ഇരിക്കുക ഇവിടെ ഇങ്ങനെ വരച്ച്. ഹലോ മൈ സ്കിൻ ഈസ് വെരി സെൻസിറ്റീവ്. ഞാൻ മുഖത്ത് അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുഴുക്ക വരും. എന്നിട്ട് എന്റെ മൂത്താണല്ലോ കുരുമൊത്തോ. എന്തോ ആടി ഷാജിൽ കടക്കിൽ കണ്ടോ ഇവൾ എന്നോട് ചെയ്യുന്നത്. നാളെ മനോരമ പത്രത്തിൽ ഞാൻ തലക്കെട്ടിടും, റിനി എന്നോട് ചെയ്തു. എടി വേറെ പറ. ഇത് എന്നാല് ചിക്മങ് വോയിസ് ഇട്ടിട്ട് എന്നെ കൊറേ പുകഴ്ത്തി പറയണം. എത്ര മിനിറ്റ്? ഒരു 3-4 സെക്കൻഡ് പറയണം. 3-4 സെക്കൻഡ് ഇല്ലേ? ഇവളെ പറ്റി പറയാനാണെങ്കിൽ കൊറേ ഉണ്ട്, ഞാൻ എല്ലാം പറഞ്ഞു. പുകഴ്ത്തി വേണം പറയാനായിട്ട്. പുകഴ്ത്തി പറയണം എന്നെ പറ്റി. ഇങ്ങനെ ഞാൻ സുന്ദരിയാണ്, സുശീലാണ് എന്നൊക്കെ പറയണം. ഓക്കെ വെയിറ്റ്, എഫക്ട്സിൽ പോയിട്ട് വോയിസ് എഫക്റ്റ് അല്ലേ എടുക്കണ്ടേ? മമ്മൂനൊരു സല്യൂട്ടും കൊടുക്കണോന്ന് കേട്ടോ. വോയിസ് എഫക്റ്റ് അല്ലേ? എൻഹാൻസിൽ പോയിട്ട് ആദ്യത്തെ വോയിസ്. ഇപ്പൊ മാറിയോ? മാറി. എങ്ങനെ പറയണ്ടേ? ആംഗ്രി ബേർഡ് എന്നാണ് പറയണ്ടേ, റിനി എന്നാണ് പറയണ്ടേ? ഞാനും കൂടി സൗണ്ട് ഇട്ടാ എന്നാലും ഒരു രസം ഉണ്ടാവും, ഒരു ഇതുണ്ടാവും. ഓക്കെ, ആംഗ്രി ബേർഡ് എന്ന് പറയണ, ഇടയ്ക്കിടയ്ക്ക് റിനി എന്ന് പറയണം, എന്നാലും എല്ലാവർക്കും പേര് മനസ്സിലാവും. എന്നോട് എല്ലാരും പറഞ്ഞു, മൻസൂർക്ക പറഞ്ഞു ഈ സൗണ്ട് ഇട്ട് ഇരുന്നാ മതിന്ന്. ഓളിന് ഈ സൗണ്ട് ഇട്ട് ഇരുന്നാ മതി പറഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി അടുത്ത് നടത്താൻ പോകുന്ന നാടകം എന്ന് പറയുന്നത് നമ്മൾ റിനിനെ പൊക്കി പറയാണ് കേട്ടോ. ബിലാൽ, റിനിയുടെ അത്ര സുന്ദരി ആയിട്ടുള്ള ഒരു കുട്ടി. ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ, പ്രത്യേകിച്ച് ആ കണ്ണുകളിലേക്ക്. കണ്ണ് കണ്ട അവിടെ വീണ അങ്ങോട്ട് പോവാ ആരെങ്കിലും. അതുകൊണ്ട് വീണില്ലല്ലോ. മൻസൂർക്ക് മൻസൂർക്ക് വീണില്ലേ? ആ മൻസൂർക്ക നോക്കിയേ, എങ്ങനെ നടന്നിരുന്ന മനുഷ്യനാ. കുവൈറ്റിൽ ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ പറഞ്ഞു മൻസൂർക്ക. അങ്ങനെ തലയും കുത്തി വീഴ്ക്കുന്നു മൻസൂർക്ക. അതാണ് അവളുടെ ഭംഗി, അവളുടെ സൗന്ദര്യം. നോ ഡോൺ ലൈന്ന്. മൻസൂർക്ക് അങ്ങോട്ട് പോയില്ലേ? മൻസൂർക്ക് മറ്റേ അങ്ങോട്ട് പോയി. വിശാല മനസ്സിന് ഉടമയാണോ മൻസൂർക്ക? മൻസൂർക്ക് ഇപ്പൊ എനിക്ക് ഉമ്മ തരുന്ന കണ്ടോ? പറ പുകഴ്ത്തിക്കോ. അപ്പൊ എനിക്ക് മൻസൂർക്ക് ഉമ്മയൊക്കെ തരും പുകഴ്ത്ത്. എന്നിട്ട് അവളുടെ സ്വഭാവം എന്റെ പൊന്നോ, ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടി വേറെ ഇല്ല. പറയാനല്ല നിന്നോട് തള്ള്, ഇത് പുകഴ്ത്തി പറയാനാ പറഞ്ഞ, തള്ളാനാ പറഞ്ഞ. സത്യങ്ങൾ പറയരുത്. ഇതൊക്കെ സത്യല്ലേ? ഇതല്ലേ പുകഴ്ത്തി പറ, നീ സത്യം പറയരുത്. പിന്നെ അവളുടെ സൗന്ദര്യം ഇപ്പൊ എടുക്കാന്ന് പറ, ഇപ്പൊ എടുക്കും. അവളുടെ സൗന്ദര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യായി വരെ പറഞ്ഞിട്ടുണ്ട് റിനിയുടെ അത്ര ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അത്രയും സൗന്ദര്യം ഉണ്ട് റിനിക്ക്. പിന്നെ സംസാര രീതി, സംസാരം എന്റെ എളുമത്തന്നറിയ കുട്ടിക്ക്. ഞാനൊക്കെ വരുമ്പോ ഒരേ എളുമത്തങ്ങനെ ഇങ്ങനെ തുളുമ്പും. കുട്ടർ ഇങ്ങനെ തുളുമ്പിങ്ങനെ കളയുന്നുണ്ട്. എന്തുകൊണ്ട് ഫ്ലെയിമിങ് സുഖല്ലേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ജസ്റ്റേഴ്സ് ഒക്കെയാണ്. ഭയങ്കര അടിപൊളി, മൊത്തത്തില് സുന്ദരി, സുമുഖി, സുശീല, പിന്നെ എന്തൊക്കെ ഉണ്ടടി അങ്ങനെയുള്ളത് കുറച്ച് വേർഡുകൾ പറഞ്ഞുതരും. ഇവളോട് ഞാൻ പുകഴ്ത്തി പറയാൻ തന്നെയല്ലേ പറഞ്ഞത്. അത്രേ ഉള്ളൂ, നീ ഇത്ര പുകഴ്ന്നാ മതി. അങ്ങനെയും കുറച്ച് ഹൈറ്റ് വെച്ചിട്ടടി. പിന്നെ നമുക്ക് ഹൈറ്റ് ഇല്ല, എന്നെക്കാൾ ഹൈറ്റ് കുറവാ. നീ എത്ര ഹൈറ്റ്? അത് പറയില്ല. പറ, നീ എത്ര ഹൈറ്റ്? ഓ, ഞാൻ കുറവുള്ളൂ, അതുകൊണ്ട് ഞാൻ ചോദിക്കണേ. കുറവെന്ന് പറഞ്ഞ എത്ര?
ഞാൻ 158 സെന്റിമീറ്റേഴ്സ്. 158 എന്ന് പറയുമ്പോ 5 പോയിന്റ് എത്രയാ? 5 പോയിന്റ് അതിപ്പോ നോക്കേണ്ടി വരും, എനിക്കറിയില്ല. വെയിറ്റ്. 158 സെന്റിമീറ്റേഴ്സ് ടു എന്തായിരുന്നു മറ്റേത് അടിയിലെ ഇഞ്ചസ് അല്ലേ? ഫീറ്റ് ആണ്. അഞ്ചൂറിലേക്ക് ഹൈറ്റ് പ്രോബ്ലം ഇല്ല. ഞാനൊരു 5.1 ഒക്കെ ഉള്ളൂ. 1 or 2 or 3 ഒക്കെ ആണ്. കറക്റ്റ് എനിക്ക് അറിയില്ല. 1 എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ. 5.2. ആ ശരിയാ, ഡ്രീം 5.2. ഡ്രീം പറഞ്ഞാ 5.2. ഞാൻ മറന്നുപോയി കേട്ടെന്ന്. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലേ? 5.2. നീ 5.2 അതിന്റെ അളവ് നോക്കിയ ഞാൻ ഒരു ദിവസം പറഞ്ഞായിരുന്നു ഹൈറ്റ് ചെക്ക് ചെയ്തിട്ട്. എന്നാ പിന്നെ പൊക്കോ, സന്തോഷായില്ലേ? എന്നാ ഈ സന്തോഷം വെച്ച് അങ്ങോട്ട് പോയിക്കോ. ബൈ ബൈ.